യൂറോപ്പിൽ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പേയ്മെന്റ് തന്നെയാണ് മെയിൻ വ്യത്യാസം. പബ്ലിക്കിലാണെന്നുണ്ടെങ്കിൽ ഫീസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ ചെറിയൊരു 1 ലക്ഷം Low ഫീസ് cost ഉണ്ടാവുള്ളൂ. ആയിരിക്കും. അതെ. പ്രൈവറ്റിലാണെങ്കിൽ അവർ ഫീസ് മേടിക്കും. ഇതാണ് അതിന്റെ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ പബ്ലിക്കില് പഠിക്കാനുള്ള കണ്ടന്റ് കുറച്ച് കൂടുതലായിരിക്കും, നല്ല സിലബസ് ആയിരിക്കും. പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ അത്ര ടഫായിട്ടുള്ള സിലബസ് ആയിരിക്കില്ല, കുട്ടികൾക്ക് കുറച്ച് ഈസി ആയിട്ട് പഠിച്ച് പാസ്സാവാൻ പറ്റും. പിന്നെ മൂന്നാമത് കഴിഞ്ഞെങ്കിൽ പബ്ലിക്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി തരാനായിട്ട് ധാരാളം ആൾക്കാരുണ്ടാവും. പ്രൈവറ്റിലാവുമ്പോൾ ഈ പറഞ്ഞ പോലെ ജോലി സാധ്യതകൾ റിലേറ്റീവ്ലി കുറവായിരിക്കും. ഈ ജോലി സാധ്യതകൾ ഏത് രാജ്യത്താണ് പഠിക്കാൻ പോകുന്നത്, ആ രാജ്യത്തിന്റെ ആ ഒരു ഇക്കണോമിക്സ് വെച്ചിട്ടാണ് ജോലി സാധ്യതകൾ കൂടുതൽ വരുന്നത്. എങ്കിലും ഈ പറഞ്ഞ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടിയും നല്ല പ്ലേസ്മെന്റുകൾ കിട്ടും കമ്പയർഡ് ടു പ്രൈവറ്റ്. ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ യൂറോപ്പിലേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചെങ്കിൽ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് റിട്ടേൺസ് കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ പഠിക്കുന്നു, നമ്മൾ ഇന്ത്യയിലാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു നല്ല കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 20,000-30,000 രൂപ പെർ മന്ത് എന്നുള്ള സാലറി ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. പക്ഷേ നമ്മൾ യൂറോപ്പിൽ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 3,000 യൂറോസ് എന്നുള്ളതാണ് ഏകദേശം കിട്ടുന്നത്. അതായത് ഏകദേശം ഒരു 3 ലക്ഷം രൂപ പെർ മന്ത് എന്ന് പറയുമ്പോൾ ഇയർലി നമ്മൾ നോക്കുമ്പോൾ ഒരു 35 to 50 lakhs ആണ് നമുക്ക് വരുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത്. ഹ്യൂജ് ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ്, യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ജർമ്മനി, ഇറ്റലി പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇനി അതല്ല ചെറിയൊരു പൈസ മാത്രം കൊടുത്ത് പഠിക്കുന്ന ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് അല്ലെങ്കിൽ ലാറ്റ്വിയ, പോളണ്ട് പോലത്തെ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 2-3 ലക്ഷം രൂപ കൊടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിലവാക്കുന്ന പൈസ ഒരു പക്ഷേ 2 വർഷത്തേക്ക് കൂടിയിട്ട് ഒരു 6-7 ലക്ഷം രൂപയ്ക്ക് ചിലവാക്കുമ്പം നമുക്ക് 3-ാമത്തെ വർഷം കിട്ടുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് ഓൺ അറൌണ്ട് ഒരു 50 lakhs ആണ്. അപ്പൊ നമ്മുടെ ആക്ച്വലി പ്രോഫിറ്റ് എന്ന് പറയുന്നത് ROI എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇതേ സംഭവം തന്നെ നമ്മൾ ഈ പ്രൈവറ്റ് ആയിട്ട് സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ 15 ലക്ഷം രൂപയ്ക്ക് ആയിരിക്കും. ഇപ്പോൾ UK, കാനഡ, US നമ്മൾ 15 ലക്ഷം 20 ലക്ഷം രൂപ കൊടുത്ത് ഫീസ് കൊടുത്ത് പഠിച്ചിട്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 35-40 അല്ലെങ്കിൽ 50 lakhs തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേൺസ് റിലേറ്റീവ്ലി കുറവായിരിക്കും. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വിദേശങ്ങളിൽ പോയിട്ട് നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണമെന്ന് പറയാൻ കാരണം വെച്ചെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം വലുതും നിങ്ങൾ ചെലവാക്കുന്ന പൈസ കുറവായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പൊതുവെ പബ്ലിക് യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യാനായിട്ട് പറയാറുള്ളത്. യൂറോപ്പിലൊക്കെ ഇൻടേക്ക് എപ്പോഴാണ്? ജനറൽ ആയിട്ട് സെപ്റ്റംബർ ആണ് അവരുടെ മേജർ ഇൻടേക്ക് എന്ന് പറയുന്നത്. അത് എല്ലാ രാജ്യങ്ങളും, അത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഡിഫറൻസ് ഒന്നുമില്ല, എല്ലായിടത്തും ഈ ജനുവരിയിൽ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ സ്പ്രിംഗ് എന്ന് പറയുന്ന സമയം ഒരു ജനുവരി ഫെബ്രുവരി സമയത്തായിരിക്കും. ആ സമയത്തും ഒരു ഇൻടേക്ക് ഉണ്ടായിരിക്കും. മിക്കവാറും സ്ഥലങ്ങളിൽ ഒരു ചെറിയ ഇൻടേക്ക് മെയ് മാസം, സമ്മർ ഇൻടേക്ക് എന്ന് പറഞ്ഞിട്ട് മെയ് മാസത്തിലുണ്ടായിരിക്കും. പക്ഷേ മെജോറിറ്റി ഓഫ് ദ യൂണിവേഴ്സിറ്റിയിലും എല്ലാ കോഴ്സുകളും ഓപ്പൺ ആയി എടുക്കുന്നത് സെപ്റ്റംബർ ഇൻടേക്കിൽ തന്നെയായിരിക്കും എടുക്കുന്നതായിരിക്കുക. അതിൽ ചെറിയ എക്സംഷൻ ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും അവർ ജൂലൈയിലാണ് അവരുടെ മേജർ ഇൻടേക്ക് നടക്കുന്നുണ്ടായിരിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഈ ഇന്റർവ്യൂ ആൻഡ് IELTS അത് എങ്ങനെയാണ്? അബ്രോഡില് രണ്ടും ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റി ആണ്. മിക്കവാറും ഈ പറയുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് ഇന്റർവ്യൂ അങ്ങനത്തെ IELTS അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചോദിക്കില്ല. യൂറോപ്പിലത്തെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പോണ യൂണിവേഴ്സിറ്റികൾ എന്നൊക്കെ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ അവർ ഇന്റർവ്യൂ ഒരെണ്ണുണ്ടാവും. ഇന്റർവ്യൂ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. അവർ പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നുണ്ടോ, ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. ആ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. IELTS മിക്കവാറും നിർബന്ധമായിട്ട് ഈ പറഞ്ഞ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ചോദിക്കാറില്ല. ഇന്ത്യ ആൻഡ് അതർ ഡെവലപ്ഡ് കൺട്രീസ്, ഈ പറയുന്ന UK, അയർലൻഡ്, കാനഡ, ഓസ്ട്രേലിയ, ഇതിനേക്കാൾ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണോ യൂറോപ്പ് തരുന്നത് സ്റ്റുഡൻസ്? യെസ്, ഡെഫിനറ്റ്ലി. നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ജോലി അന്വേഷിക്കാനായിട്ട് ഇന്ത്യ രാജ്യത്തിനകത്താണ് നമുക്ക് പറ്റുള്ളൂ. ഇപ്പൊ US കാനഡയിലാണെങ്കിലും ഏകദേശം ഇതൊക്കെയാണ് സിറ്റുവേഷൻസ് ഉള്ളത്. ഇപ്പോൾ UK UK എന്നുള്ള രാജ്യത്താണ് നമുക്ക് ജോലി അന്വേഷിക്കാൻ പറ്റുന്നത്. യൂറോപ്പിൽ പോകുമ്പോൾ ഏകദേശം 29 രാജ്യങ്ങളുണ്ട്. നമുക്ക് 29 രാജ്യങ്ങളിൽ നമുക്ക് പഠിച്ച രാജ്യത്ത് മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് മറ്റു രാജ്യങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് വേറെ യാത്രകളുടെ ആവശ്യമില്ല. നമുക്ക് ഒരു രാജ്യത്ത് നിന്ന് പല രാജ്യങ്ങൾക്ക് നമുക്ക് ഇന്റർവ്യൂവിന് നമുക്ക് ആപ്ലിക്കേഷൻസ് അയക്കാം. ഇന്റർവ്യൂ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു 29 രാജ്യങ്ങൾക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് നമ്മളുടെ മുമ്പിലത്തെ നമ്പർ ഓഫ് ഡോർസ് ആർ മച്ച് ബിഗർ ആൻഡ് ഓപ്പണിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൽ പഠിച്ച പല കുട്ടികൾക്കും ആ ഒരു പഠിക്കുന്ന രാജ്യങ്ങളിൽ മാത്രമല്ല പല രാജ്യങ്ങളിൽ ജോലി കിട്ടുന്നുണ്ടെന്ന പോലെ തന്നെ UK പഠിക്കുന്ന പല കുട്ടികൾ പോലും ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ നെതർലാൻഡ്സ് അല്ലെങ്കിൽ സ്വീഡൻ പോലത്തെ രാജ്യങ്ങളിലൊക്കെ വന്നിട്ട് അവർ ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പം
ഡെഫിനറ്റ്ലി കമ്പയർഡ് ടു US, കാനഡ അല്ലെങ്കിൽ ഈ പറയുന്ന UK അല്ലെങ്കിൽ ഈവൻ ഇന്ത്യ എന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും യൂറോപ്പിന് ഒരു ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഷെങ്കൻ കൺട്രീസ് തന്നെയാണ് എപ്പോഴും ബെറ്റർ. അതെ അതെ അതെ. ഓക്കെ. ഇനി ഈ ജർമ്മനിയിലെ സാർ പറഞ്ഞു ഫ്രീ എഡ്യൂക്കേഷൻ ആണെന്ന്. ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴും പല കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട്. അതെ അതെ. ഇതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? യെസ്, ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഏകദേശം 12 ലക്ഷം രൂപ വരും. ഈ 12 ലക്ഷം രൂപ നമ്മൾ ഷോമണി അല്ല, ആക്ച്വലായിട്ട് ആ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ പൈസ നമ്മൾ ജർമ്മനിയിലത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കണം. അപ്പോൾ ആ പൈസ അവിടെ ഉണ്ടായേ തീരുള്ളൂ. അപ്പോൾ ആ ഒരു പൈസയുടെ ഒരു എലമെന്റ് ഒരു ചില പാരന്റ്സിന് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം. അപ്പം അവർക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചെങ്കിൽ യൂറോപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീ ആയിട്ട് പഠിക്കുന്ന വേറെ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇറ്റലി ഉണ്ട്. ഇറ്റലി പക്ഷേ എക്കണോമിക്കലി വളരെ റിച്ച് ആയിട്ടുള്ള രാജ്യമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ വേറെ നോക്കേണ്ട കാര്യങ്ങളില്ല. അതേ സമയത്ത് ഇപ്പോൾ ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങൾ കൂടിയുണ്ട്. അല്ലെങ്കിൽ മാൾട്ട പോലത്തെ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഈ രാജ്യങ്ങളിൽ പോയിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ചെയ്യാം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ സെയിം ആണ്. ഈ CTSന്റെ ഈ ഒരു ബൊളോണ എന്ന സിസ്റ്റത്തിലാണ് യൂറോപ്പിലത്തെ എല്ലാ എഡ്യൂക്കേഷനും നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യങ്ങളിൽ പഠിക്കാം. ജർമ്മനിക്ക് പഠിക്കണമെന്നില്ല. ഇപ്പോൾ തൊട്ടടുത്ത് നിന്ന് സ്ലോവേനിയയിലേക്ക് പോവാം, സ്ലോവാക്യയിലേക്ക് പോവാം, ഓസ്ട്രിയയിലേക്ക് പോവാം, പോളണ്ടിലേക്ക് പോവാം. ഈ രാജ്യങ്ങളിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലി അന്വേഷിക്കാനായിട്ട് നിങ്ങൾക്ക് ജർമ്മനിക്ക് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ജോലി അന്വേഷിക്കാനായിട്ട് ജർമ്മനിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓൺലി തിങ് ജർമ്മൻ ഭാഷ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ജർമ്മൻ ഭാഷ എന്ന് പറയുമ്പം ജർമ്മനിലേക്ക് മാത്രമല്ല, ജർമ്മനിയിലുണ്ട്, ഓസ്ട്രിയയിലുണ്ട്, ബെൽജിയത്തിലുണ്ട്, സ്വിറ്റ്സർലാൻഡിൽ പോലും പല ഭാഗങ്ങളിലും ജർമ്മൻ ഭാഷ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജർമ്മൻ ഭാഷ ഒന്ന് പഠിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂറോപ്പിൽ എവിടെ നിങ്ങൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ജർമ്മനിക്ക് എത്താനും അവിടെ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ. ഇനി JB EduFly എന്തൊക്കെ സർവീസസ് ആണ് സ്റ്റുഡൻസിന് ഓഫർ ചെയ്യുന്നത്? യെസ്, നോർമൽ കേസിൽ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യങ്ങളില്ല. നമ്മൾ കുട്ടികളുടെ അടുത്ത് ഫീസ് മേടിക്കുന്നു, യൂണിവേഴ്സിറ്റിക്ക് അയക്കുന്നു, യൂണിവേഴ്സിറ്റി ഓഫർ ലെറ്റർ കൊടുക്കുന്നു. കോംപ്ലിക്കേഷൻസ് റേറ്റിൽ കുറവാണ്. അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഷെങ്കൻ സോണിലത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറേയധികം ഡോക്യുമെന്റ്സ് നമുക്ക് ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് പറയുകയെങ്കിൽ നോട്ടറി പോലത്തെ അല്ലെങ്കിൽ അപ്പോസ്റ്റൽ പോലത്തെ ഇന്ത്യക്ക് അകത്ത് ചെയ്യുന്ന ഡോക്യുമെന്റേഷൻസ് ഉണ്ട്. അതേ സമയത്ത് നോസ്ട്രിഫിക്കേഷൻ പോലത്തെ ചാർജസ് അല്ലെങ്കിൽ മൈഗ്രേഷൻ പോലത്തെ ചാർജസ്, ഇങ്ങനത്തെ കുറേ ഈ ഫീസുകളും അതുപോലെ തന്നെ കുറേ അറ്റസ്റ്റേഷൻസും നമ്മൾ അവിടെ പോയിട്ട് ചെയ്യണം. ഈ നോമിനേഷൻ പോലത്തെയൊക്കെയാണ് ഇപ്പോൾ ചെക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് കുറച്ചൊരു എക്സ്പെർട്ടീസ് ആവശ്യമുണ്ട്. അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. പിന്നെ പല രാജ്യങ്ങളിലും വിസയ്ക്ക് ഡേറ്റ് കിട്ടാനായിട്ട് കുറേ പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ ലിത്വാനിയ പോലത്തെ രാജ്യങ്ങളിൽ അവർ നമുക്ക് TRP ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ലാറ്റ്വിയ പോലത്തെ രാജ്യങ്ങളിൽ അവിടെ നമുക്ക് AIC ചെയ്യാനുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെയുള്ള ഇങ്ങനത്തെ ഒരു പ്രോസസ്സും ഡേറ്റ് കിട്ടാനായിട്ടുള്ള കാര്യം സ്ലോവേനിയ, സ്ലോവാക്യ, ചെക്ക് റിപ്പബ്ലിക് ഇവിടെയൊക്കെ നമുക്ക് VFSൽ അല്ലെങ്കിൽ എംബസിൽ ഡേറ്റ് കിട്ടാനായിട്ട് നമുക്ക് നോർമൽ കേസിൽ ഒരു സ്റ്റുഡന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മളെ സപ്പോർട്ട് കൂടി നമുക്കത് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സുകൾ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ എല്ലാവർക്കും ഇതിനുപരിയായിട്ട് ഇവർക്ക് ആവശ്യമുള്ള എൻറോൾമെന്റിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ അക്കോമഡേഷൻ കാര്യങ്ങൾ, പിന്നെ അവിടെ എത്തിയതിനു ശേഷമുള്ള PCC, ഈ രാജ്യങ്ങളിലൊക്കെ അവിടെ എത്തിയതിനു ശേഷം PCC ആവശ്യമുണ്ട്, അവിടുത്തെ പോലീസ് ക്ലിയറൻസ് റിപ്പോർട്ട് ആവശ്യമുണ്ടാവും. ഇങ്ങനത്തെ സർവീസുകളൊക്കെ നമ്മളൊക്കെ ചെയ്തു കൊടുക്കുന്നു.